ഇപ്പോൾ കേരളം PM ശ്രീ എന്നൊരു വിഷയം കൊണ്ട് കലങ്ങി മറിയുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷം കൂട്ടായി എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രവർത്തിച്ചിരിക്കുന്നത്. എങ്കിൽ ആദ്യം ആ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുക, അതാണ് CPIയുടെ 90% പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അല്ലാതെ ഞൊട്ടി ന്യായം പറഞ്ഞിട്ട് ഇനിയും അവരുടെ കൂടെ കൂടി ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതണ്ട എന്ന് പ്രവർത്തകർ തന്നെ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. CPM കേന്ദ്രത്തിന് ഒപ്പിട്ടുകൊടുത്തത് പിൻവലിച്ചില്ല എങ്കിൽ നാളെ മന്ത്രിമാരെ പിൻവലിക്കും എന്നുറപ്പായിരിക്കുന്നു. ഏകദേശം പിന്തുണ പിൻവലിക്കുന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. CPMന്റെ ദേശീയ നേതൃത്വം, അതായത് MA ബേബി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയനോട് ഇതിനെപ്പറ്റി പറയാനോ പിൻവലിക്കാൻ ആവശ്യപ്പെടാനോ ഉള്ള ധൈര്യം MA ബേബിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കേരളത്തിൽ നിന്നും ഓടിയൊളിച്ച് ദില്ലിയിലെ AKG ഭവനിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. ദേശീയ നേതൃത്വം പരാജയപ്പെട്ടതോടെ CPIയുടെ കാര്യങ്ങൾ നാളെ തന്നെ ഉണ്ടാകും. അതൊരു പക്ഷേ മന്ത്രിമാരുടെ രാജിയായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് CPI നേതാവ് പ്രകാശ് ബാബു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ അറിയിക്കാൻ കെൽപ്പില്ലാതെ ബിനോയ് വിശ്വം മാറി നിൽക്കുമ്പോൾ വളരെ തൻ്റെ ഇടത്തോടെ തന്നെ കാര്യങ്ങൾ പറയുന്നത് CPIയുടെ പ്രകാശ് ബാബുവാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുനോക്കാം. ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല സൗദി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പ്രകടിപ്പിക്കേണ്ടുന്നത്. ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം. കാരണം CPIMൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ അതിൽ ആ നിലയിലായിരുന്നു ഒരു ഇടപെടൽ വേണ്ടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല. നിസ്സഹായത എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് CPIMന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, അത് സ്റ്റേറ്റ് ഇന്നില്ല എന്നുള്ളതല്ലേ. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ബേബിക്ക് മാത്രമല്ലേ പറയാൻ കഴിയൂ. എന്തായാലും ഒരു സംസ്ഥാനത്തെ ദേശീയ നേതൃത്വത്തിൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നീങ്ങിയപ്പോൾ അതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാം എന്നുള്ള നിലയിൽ പറയേണ്ടുന്നതായിരുന്നു. ഇപ്പം സ്റ്റേറ്റിലെ പാർട്ടികൾ രണ്ട് പാർട്ടിയുടെയും ലീഡർഷിപ്പ് തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അതിനി എന്തെങ്കിലും ഡയറക്ഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ടൊക്കെ അത് പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രതികരണം എടുത്ത മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് ഈ പദ്ധതിയിൽ നിന്ന് ഒരു കാരണവശാലും സർക്കാർ പിന്നാക്കം പോകില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പലതവണ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ CPIMൻ്റെയും ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടികളുടെയും നയത്തിന് വിരുദ്ധമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കുക. അത് പിന്നെ എന്ത് വേണമെന്നുള്ളത് പാർട്ടി ആലോചിക്കട്ടെ. അപ്പോൾ ഇതിൽ സംസ്ഥാന ഘടകങ്ങൾ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്ന് പറയുമ്പോൾ CPIയുടെ വാമൂടി കെട്ടാനുള്ള തീരുമാനമാണോ? അല്ല, അതിൻ്റെ പേരിൽ CPIയുടെ വാമൂടി കെട്ടാനൊക്കത്തില്ല. CPMൻ്റെ ലീഡർഷിപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പേരിൽ CPIയുടെ വാമൂടി കെട്ടുന്നത് എങ്ങനെ? CPI അങ്ങനെ ആണെങ്കിൽ പിന്നെ 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ട് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. ഏതായാലും ഇത് പിൻവലിക്കണം എന്ന കാര്യം ധാരണ ഇപ്പോൾ പിറകോട്ടില്ല CPIയുടെ നിലപാട് എന്ന് തന്നെയല്ലോ. നിശ്ചയമായിട്ടും അതിൽ തർക്കമൊന്നുമില്ല. MOU ഒപ്പിട്ടത് രണ്ട് തരത്തിലും തെറ്റാണ്. ഒന്ന് പൊളിറ്റിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ CPM പാർട്ടികൾ അംഗീകരിച്ചിട്ടുള്ള ദേശീയ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അത് പുറകോട്ട് പോക്കാണ്. വെറും പുറകോട്ട് പോക്കലല്ല, ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഒരു ഭാഗമാണ് NEP എന്ന് അംഗീകരിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ്. അതുകൊണ്ട് അത് തീരെ നിസ്സാരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മാത്രം വിഷയമല്ല. രണ്ട് ക്യാബിനറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ആ ഐറ്റം. ക്യാബിനറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ഐറ്റത്തിന്മേൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയോ ഒരു മന്ത്രിയോ തീരുമാനമെടുക്കുന്നത് റൂൾസ് ഓഫ് ബിസിനസ്സിനും വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ടെക്നിക്കലായിട്ടാണെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അതും തെറ്റാ. രണ്ട് വിഷയമുണ്ട് അതിനകത്ത്. ഒന്ന് പൊളിറ്റിക്കൽ, മറ്റൊന്ന് നടപടിക്രമങ്ങളുടെ റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനം. മാസങ്ങൾക്ക് മുൻപ് സർക്കാർ ഇങ്ങനെ തിടുക്കപ്പെട്ട, അതായത് LDFന്റെ ഘടകകക്ഷികളുമായി പോലും കൂടിയാലോചിക്കാതെ CPM ഇത്ര തിടുക്കപ്പെട്ട് ഇതുമായി മുന്നോട്ട് പോയത്, ഒപ്പിട്ടതിന്റെ പിന്നിലെ എന്താണ് അതിന്റെ ഒരു ഇന്റൻഷൻ? അല്ല, അത് ഒപ്പിട്ടവരാണ് പറയേണ്ടുന്നത്.
ദേശീയ നയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടായാലും വേണ്ടത്ര പിന്നെ ഒരു മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ എത്തിക്സിനും വിരുദ്ധമായി ക്യാബിനറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് എന്തിനാണ് MOU ഒപ്പിട്ടത് എന്നുള്ളത് അവരാണ് വിശദീകരിക്കേണ്ടത്. ഒപ്പിട്ടവരും അതിന് തീരുമാനമെടുത്തവരുമാണ് വിശദീകരിക്കേണ്ടത്. അതാണ് ആ കരിക്കുലത്തിൻ്റെ പ്രത്യേകത. ആ കരിക്കുലത്തിൻ്റെ കമ്മ്യൂണലൈസേഷൻ, സാഫ്രണൈസേഷൻ എന്ന് പറയുന്നത് അതാണ്. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ NEP പാഠ്യപദ്ധതിയിൽ നാഷണൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുക, MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിടുക എന്ന് പറയുന്നത് ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സുരേന്ദ്രൻ ഒപ്പം ഒരു CPI പരിഹസിക്കുകയുണ്ടായി. അതായത് കുരയ്ക്കും കടിക്കില്ല എന്ന രീതിയിലുള്ള പരിഹാസമാണ്. സുരേന്ദ്രന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല. സുരേന്ദ്രൻ്റെ വർത്തമാനം ഞാനൊരു വാപോയ കോടാലിയായിട്ട് കണക്കാക്കുന്നു. അല്ല, അത് കേരളത്തിലുണ്ടായ ഒരു സംഭവം, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം CPIM നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതാണ്. ക്യാബിനറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം 2 തവണ ചർച്ച ചെയ്യുകയും ഡെഫർ ചെയ്യുകയും ചെയ്ത ഒരു ഐറ്റം. ആ ഐറ്റം ക്യാബിനറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ്, ക്യാബിനറ്റ് അതിന്മേൽ അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഏകപക്ഷീയമായി ഒരു മന്ത്രിയോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെ പോയി MOU ഒപ്പിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ടു എന്ന് പറയുന്നതാണ് തെറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ ഒരു മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അറിയിക്കാനുള്ള ബാധ്യത CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതനുസരിച്ച് അറിയിച്ചു. അങ്ങനെ CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും 2 പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അറിയിച്ചപ്പോൾ ബേബി ഇന്ന് ഉച്ചയ്ക്ക് തമ്മിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ യോഗം നടക്കുമായതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് നമുക്ക് കാണാമെന്ന് ഇവിടെ നിന്നും അറിയിപ്പ് കൊടുത്തു. ആ നിലയിൽ ഉച്ചയ്ക്ക് കണ്ടതാണ്. പരസ്പരം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് പിന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി പോകാനും 2 പാർട്ടികളുടെയും ദേശീയ നയത്തിന് അനുകൂലമായി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുകയും ചർച്ച ചെയ്യാനും പോയത്. ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എക്സ്പ്രസ്ഡ് ഹിസ് ഇന്നബിലിറ്റി, ഹെൽപ്ലെസ്നെസ്, അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത്രയേ ഉള്ളൂ. വൈ കാൻറ്റ് ഹി ഇൻ്റർഫിയർ ഇൻ ദി സ്റ്റേറ്റ് മാറ്റർ? അതിൽ ഇടപെടാനും അതിനകത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനും കഴിയാതെ പോകുന്ന എന്തുകൊണ്ട്? അതെനിക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.